ഭാവന ഭയങ്കര ലിപ്സ്റ്റിക് ഫെറ്റീഷുള്ള ഒരാളാണ്. ഭാവനയുടെ അടുത്ത ലിപ്സ്റ്റിക് സെഫോറയിൽ പോലും ഉണ്ടാവില്ല. ഇത്രയും ലിപ്സ്റ്റിക്സ് ആണ്. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഇപ്പൊ എന്തെങ്കിലും ഒരു ഷോർട്ടേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ മതി. ഒരു ഷെയ്ഡിൽ തന്നെ പല ബ്ലൗസിന്റെ കളറൊക്കെ കാണുന്ന പോലെ ഒരു ഷെയ്ഡിൽ തന്നെ പല പല അപ്പൊ നമ്മളേക്ക് ഇതന്നല്ല ഈ ഷെയ്ഡ് ആൾറെഡി ഇത് ഇത്തിരി ഒരു ഡിഫറൻസ് ആണ്. ഒരു ഷെയ്ഡ് പോലും സെയിം ആയിരിക്കും. പക്ഷെ നമുക്കത് മനസ്സിലാവും, അത് ഭാവനയ്ക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു പ്രത്യേകതരം കഴിവാണത്. അപ്പൊ ഒരു പ്രാവശ്യം നമ്മുടെ വേറൊരു ഫ്രണ്ട് ഭാവന ഇങ്ങനെ ലിപ്സ്റ്റിക് ഇങ്ങനെ സോർട്ട് ചെയ്ത് ക്ലീൻ ചെയ്യാണ്. അതായത് അധികം യൂസ് ചെയ്യാത്തൊക്കെ മാറ്റി വെക്കാം, ആർക്കെങ്കിലും കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചു. എന്നിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിന് വേറൊരു കോമൺ ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരിക്ക് അത് കൊടുത്തു, ഒരു ലിപ്സ്റ്റിക് കൊടുത്തു. അപ്പൊ പുള്ളിക്കാരിക്ക് അത് ഭയങ്കര ഇഷ്ടമായി, ആ അടിപൊളി ഷെയ്ഡ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ വേറെ ഒരു ഫംഗ്ഷന് പോയ സമയത്ത് ഈ പുള്ളിക്കാരനെ വീണ്ടും കണ്ടു. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടായിരുന്നു. അപ്പം ആ പുള്ളിക്കാരൻ കണ്ട ഉടനെ ഭാവന എന്നിട്ട് വന്ന് ചോദിച്ചു, വാവ് ലിപ്സ്റ്റിക് അടിപൊളിയായിട്ടുണ്ടല്ലോ. അപ്പൊ പറഞ്ഞു, അയ്യോ ഇത് ചേച്ചി എനിക്ക് അന്ന് തന്നെ ലിപ്സ്റ്റിക് അതാണോ? ഉടനെ പറഞ്ഞു, ഇതിന് പക്ഷെ ഞാൻ ഇട്ടപ്പോ ഇത്രയും എന്നിട്ട് അപ്പൊ തന്നെ ഭാവന പറയും, ഞാനത് തിരിച്ചു ചോദിക്കട്ടെ, എനിക്കത് വേണം. ഞാൻ വീട്ടിലുള്ള 2500 ലിപ്സ്റ്റിക് പോരാഞ്ഞിട്ട് അത് പക്ഷെ അത് ഒന്നില്ല, അത് അവരുടെ ഒരു രസമാണ്. നമ്മളെപ്പോഴും പറഞ്ഞത് കളിയാക്കും. പക്ഷെ ലിപ്സ്റ്റിക് വാങ്ങിയിട്ടൊന്നുമില്ല, പക്ഷെ വാങ്ങിയെന്നൊക്കെ ഇരിക്കുവായിരിക്കും. അത് അങ്ങനത്തെ അത് പക്ഷെ ആ ഒരു ഫൺ ക്വാളിറ്റിയാണ് ആളുടെ. നമ്മളെല്ലാരും എൻജോയ് ചെയ്യുന്ന ഒരു ക്വാളിറ്റിയാണ് അത് ആളുടെ. ഒരു ഫൺ ലവിങ് പേഴ്സണാലിറ്റിയാണ് ആള്. അപ്പൊ അതൊന്ന്. പിന്നെ അത് അടുത്താണ് മൃദുല മുരളി. മൃദുല എന്റെ ക്ലാസ്മേറ്റ് കൂടെ ആയിരുന്നു, അതുകൊണ്ട് അറിയാൻ താല്പര്യം കൂടും. മൃദുലേന്റെ മണ്ടത്തരങ്ങൾ എനിക്ക് മണ്ടത്തരങ്ങളായിട്ടൊന്നും തോന്നാറില്ല. മൃദുല ഭയങ്കര മൃദുല രണ്ട് സൈഡും ഉണ്ട്. മൃദുലയ്ക്ക് മണ്ടത്തരത്തിന്റെ ഹൈറ്റും ഉണ്ട്, എന്നാൽ വളരെയധികം മെച്യൂരിറ്റിയും ബുദ്ധിയുള്ള കാര്യങ്ങൾ മാത്രമാണ്. അവിടെ ആരും ചെയ്യാത്ത വേറെ ലെവൽ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾ അവള് ചെയ്യും. അപ്പൊ എനിക്ക് മണ്ടത്തരത്തിലുള്ള സത്യം പറഞ്ഞാൽ ഞാനും ചില സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അവളോടായിരിക്കും. ഐ മീൻ മണ്ടത്തരത്തിന്റെ കാര്യത്തിലല്ല, അതർ എൻഡ്. അപ്പൊ മൃദു കുറച്ചുകൂടി എന്റെ കുറെ കാര്യങ്ങൾ മൃദുവിന് ഞാൻ മണ്ടത്തരത്തിന്റെ ഇത് പറയില്ല, പക്ഷെ ഞാൻ എന്ത് മണ്ടൻ ഡിസിഷൻ എടുത്താലും അതിനൊരു പോസിറ്റിവിറ്റി കാണുന്ന ഒരാളാണ് മൃദുവാണ്. എന്റെ അടുത്ത് ഒരിക്കലും ഞാൻ ഇന്നാളൊരു വലിയ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവള് വന്നിട്ട് അയ്യോ നീ അങ്ങനെ ചെയ്യരുതെന്ന് പറയാം. അവൾ അതിൽ പോലും ഒരു പോസിറ്റീവ് ഇത് കണ്ടിട്ട് അവൾ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യും. അയ്യോ എൻകറേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വിഷ്ണുവേട്ടൻ തന്നെ പറയും, എടി ഞാനാണോ നിന്റെ ഭർത്താവ് അത് അവളോ? കാരണം അമ്മാതിരി സപ്പോർട്ട് ചില കാര്യങ്ങളിൽ തരും. അപ്പൊ അതാണ് എനിക്ക് അതിന്റെ ഭാഗമായിട്ടായിരുന്നോ നിങ്ങൾ രണ്ടുപേരുടെ ഡ്രൈവിംഗ് പഠിക്കാൻ പോയത്? ആക്ച്വലി ദുബായില് ഞാൻ എല്ലായിടത്തും ഇവരൊക്കെ കറക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാ മുക്കും മൂലയിലും ഞാൻ ഡ്രൈവ് ചെയ്ത് എത്തിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് നാട്ടിൽ ഇന്ന് വരെ ഡ്രൈവ് ചെയ്യാനുള്ള ധൈര്യം കിട്ടിയില്ല. ഒന്നാമത് നമ്മുടെ ഡ്രൈവേഴ്സ് സീറ്റ് വേറെ, നമ്മൾ മാറ്റിയിട്ടുള്ള സൈഡ് വേറെ. അപ്പൊ എനിക്ക് അതെപ്പോഴും ഭയങ്കര ഫിയർ ആണ്. ഒന്ന്